കള്ളേങ്കാട്ട് നീതി എന്ന അതിക്രൂരയായ യക്ഷി. എന്നാൽ അവൾ അങ്ങനെ ആയതിന്റെ കാരണമെന്താ? ഏകദേശം കൊല്ലവർഷം 30കളിൽ പഴങ്ങന്നൂർ ദേശത്തിൽ അല്ലി എന്ന അതീവ സുന്ദരിയും അതിലുപരി ബുദ്ധിമതിയുമായ ഒരു സ്ത്രീ ജീവിച്ചിരുന്നു. അവളെ കല്യാണം കഴിക്കാൻ പലരും മോഹിച്ചിരുന്നെങ്കിലും അവൾക്ക് ഇഷ്ടപ്പെട്ടത് നമ്പി എന്ന ഒരു ബ്രാഹ്മണനെയായിരുന്നു. അങ്ങനെ അവരുടെ കല്യാണമൊക്കെ കഴിയുകയും ചെയ്തു. എന്നാൽ അവൻ അല്ലിയെ അല്ലായിരുന്നു ഇഷ്ടം, അല്ലിയുടെ സമ്പത്തിനെയായിരുന്നു. ഇത് മനസ്സിലാക്കിയ അല്ലിയുടെ അമ്മ നേരെ അവനെ പുറത്താക്കുകയും ചെയ്തു. അങ്ങനെ അവൻ ആ വീട് വിട്ട് ഇറങ്ങുമ്പോഴത്തേനും അവനോടുള്ള അതിയായ ഇഷ്ടം മൂലം അവളും ആ വീട് വിട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ കുറെ നടന്ന് കള്ളേങ്കാട് എത്തിയപ്പോഴത്തേനും അവരവിടെ വിശ്രമിക്കാനായി ഇരിക്കുകയും അല്ലി അവന്റെ മടിയിൽ തല ചായച്ചു കിടക്കുകയും ചെയ്തു. എന്നാൽ ആ തക്കം നോക്കി അവൻ ഒരു കല്ലെടുത്ത് അവളുടെ തല അടിച്ചു പൊട്ടിക്കുകയും അവളുടെ സ്വർണ്ണമെല്ലാം എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. എന്നാൽ കുറെ നേരം കഴിഞ്ഞ് അല്ലിയുടെ ആങ്ങൾ അവിടേക്ക് വരികയും ആ കാഴ്ച കണ്ട് വിഷമിച്ച് അവിടെയുള്ള മരത്തിൽ അവന്റെ തല സ്വയം അടിച്ച് അവനും അവിടെ മരിച്ചു വീഴുകയുണ്ടായി. അവിടുന്ന് കടന്നു കളഞ്ഞ നമ്പിയും ഒരു പാമ്പ് കുത്തി മരിക്കുകയുണ്ടായി. അങ്ങനെ വർഷങ്ങൾ കുറെ പിന്നിട്ടപ്പോൾ ചോളരാജ്യത്തിലെ രാജാവിന്റെ മക്കളായി നീലിയും നീലനുമായി അവർ പുനർജനിച്ചു. എന്നാൽ ആ നാട്ടിലെല്ലാം വിപത്തുകൾ സംഭവിക്കുന്ന അറിഞ്ഞ രാജാവ് പ്രശ്നം വെച്ച് നോക്കുകയും അത് ഇവരുടെ ജനനമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ഇതറിഞ്ഞ രാജാവ് നേരെ അവരെ ആ രാജ്യത്ത് നിന്ന് പുറത്താക്കുകയും അങ്ങനെ അവർ നടന്ന് കള്ളേങ്കാട്ടിലെത്തുകയും ചെയ്തു. അങ്ങനെ അവിടെ എത്തിയ അവർ അതുവഴി സഞ്ചരിക്കുന്ന ആൾക്കാരെ എല്ലാം അതിക്രൂരമായി കൊല്ലുകയും ചെയ്തു. അങ്ങനെ ആ നാട്ടിലെ ജനങ്ങൾ തമ്പി എന്ന ഒരു മന്ത്രവാദി കൊണ്ടുവരികയും അങ്ങനെ അവിടേക്ക് വന്ന മന്ത്രവാദിക്ക് നീലനെ തളയ്ക്കാൻ സാധിച്ചെങ്കിലും നീലിയെ തളയ്ക്കുവാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആ നീലിയുടെ കൈകൊണ്ട് അദ്ദേഹം മരിക്കുകയുണ്ടായി. അങ്ങനെ കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേനും അതുവഴി നമ്പിയുടെ പുനർജന്മമായ അനന്തൻ വരികയും നീലി അവളുടെ സൗന്ദര്യം കാട്ടി അവനെ ആകർഷിക്കുകയും ചെയ്തു. എന്നാൽ കയ്യിൽ മാന്ത്രിക പടി ഉള്ളതുകൊണ്ട് നീലിക്ക് അവനെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഉടനെ തന്നെ അതൊരു യക്ഷിയാണെന്ന് മനസ്സിലാക്കിയ അനന്തൻ നേരെ പഴങ്ങന്നൂർ ഗ്രാമത്തിലേക്ക് പോവുകയും ചെയ്തു. എന്നാൽ അവനെ വെറുതെ വിടുവാൻ മനസ്സില്ലാത്ത നീലി അവിടുത്തെ ഗ്രാമവാസികളെല്ലാം പറഞ്ഞു പറ്റിച്ചുകൊണ്ട് ആ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുകയും അങ്ങനെ അവനെ കൊല്ലുകയും ചെയ്തു. തുടർന്നും അതുവഴി സഞ്ചരിക്കുന്നവരെല്ലാം അവൾ ആക്രമിക്കുകയും അവരുടെ ചോര ഊറ്റി കുടിക്കുകയും ചെയ്തു. കള്ളിയങ്കാട്ട് നീലിയെ തളച്ച കഥയെക്കുറിച്ച് അറിയാം. പണ്ട് കള്ളിയങ്കാട്ട് എന്ന സ്ഥലത്ത് നീലി എന്നൊരു ഭീകരയായ യക്ഷി ഉണ്ടായിരുന്നു. അവൾക്ക് വലിയ ശക്തികളും ഉണ്ടായിരുന്നു. ആ വഴി പോകുന്നവരെ, പ്രത്യേകിച്ച് പുരുഷന്മാരെ രാത്രിയിൽ പറ്റിച്ച് ഉന്മൂലനം ചെയ്ത് അവരുടെ ചോര കുടിക്കുകയായിരുന്നു അവളുടെ പ്രധാന ഇഷ്ടം. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ആ വഴി പോകാൻ പേടിയായിരുന്നു. ഇതൊരു വലിയ പ്രശ്നമായപ്പോൾ വിലോമംഗലം സ്വാമിയാർ എന്ന വലിയൊരു സന്യാസി ആ നാട്ടിലെത്തി. ഒരു ദിവസം രാത്രിയിൽ സ്വാമിയാർ ആ വഴി നടന്നു പോയപ്പോൾ നീലി ഒരു സുന്ദരിയായ സ്ത്രീയുടെ രൂപത്തിൽ അദ്ദേഹത്തിന്റെ അടുത്തെത്തി. സ്വാമിയാരെ പല തരത്തിൽ ആകർഷിക്കാൻ അവൾ ശ്രമിച്ചു. എന്നെ ഒറ്റയ്ക്കാക്കി പോകരുത്, എനിക്ക് പേടിയാണ് എന്നെല്ലാം പറഞ്ഞ് അവൾ കൂടെ കൂടി. പക്ഷേ നീലി ഒരു യക്ഷിയാണ് സ്വാമിയാർക്ക് മനസ്സിലായി. സ്വാമിയാർ ഒരു മാന്ത്രിക ചരടെടുത്ത് നീലിയുടെ കയ്യിൽ കെട്ടി. അവൾക്ക് തന്റെ യഥാർത്ഥ രൂപം കാട്ടേണ്ടി വന്നു. അവൾക്ക് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനും കഴിഞ്ഞില്ല. സ്വാമിയാർ ഉടനെ തന്നെ നീലിയെ അടുത്തുള്ള ഒരു പനമരത്തിലേക്ക് ആവാഹിച്ചു. എന്നിട്ട് ആ മരത്തിന് ചുറ്റും അദ്ദേഹം പ്രത്യേക മന്ത്രങ്ങൾ ചൊല്ലി ഒരു അതിര് കെട്ടി. അങ്ങനെ ഭീകരയായിരുന്ന കള്ളിയങ്കാട്ട് നീലിയെ സ്വാമിയാർ ആ പനമരത്തിൽ തളച്ചു. കള്ളിയങ്കാട്ട് നീലിയെ തളച്ച് കടമറ്റത്ത് കത്തനാറിന്റെ കഥ അറിയാം. ഒരു കാലത്ത് കള്ളിയങ്കാട്ട് നീലിയെ പേടിച്ച് ആളുകൾക്ക് തന്റെ വഴി സഞ്ചരിക്കാൻ പോലും പറ്റാതെയായി. നീലിയെ ബന്ധിക്കാൻ പ്രമുഖ മാന്ത്രികരെല്ലാം ശ്രമിച്ചെങ്കിലും ആരും വിജയിച്ചില്ല. ഒടുവിൽ ഈ ദുരിതത്തിന് അറുതി വരുത്താൻ വൈദികനും മഹാമാന്ത്രികനുമായ കടമറ്റത്ത് കത്തനാർ കടന്നു വന്നു. കത്തനാർ നീലിയുടെ താവളമായ പനയുടെ ചുവട്ടിലിരുന്ന് ഏകനായി കാത്തിരുന്നു. സന്ധ്യ മയങ്ങിയപ്പോൾ അതീവ സൗന്ദര്യത്തോടെ യക്ഷി അവതരിച്ചു. വന്നിട്ട് ഏറെ നേരമായോ എന്ന് മയത്തിൽ ചോദിച്ച നീലിയോട് തന്റെ മാന്ത്രിക ശക്തി വെളിപ്പെടുത്തിക്കൊണ്ട് കത്തനാർ മറുപടി പറഞ്ഞു. ഞാൻ എത്തിയിട്ട് 34 വർഷമായി. താനൊരു സാധാരണ മനുഷ്യനല്ല, മറിച്ച് ശക്തനായ മാന്ത്രികനാണെന്ന് നീലിക്ക് ആ വാക്കിൽ തന്നെ മനസ്സിലായി. ഒടുവിൽ അവൾ അവളുടെ 18ാം അടവായ അല്പം ചുണ്ണാമ്പ് ആവശ്യപ്പെട്ടു. കത്തനാർ ഒരു തരി ചുണ്ണാമ്പെടുത്ത് ഒരു ഇരുമ്പാണിയിൽ തേച്ചു പിടിപ്പിച്ചു. ശേഷം അതിശക്തമായ മന്ത്രങ്ങൾ ജപിച്ച് ആ മാന്ത്രികാണി അവളുടെ തലയിലടിച്ചു. ഇതോടെ നീലിയുടെ പൈശാചിക ശക്തികളെല്ലാം നിലച്ചു. അവൾ സാധാരണ പെൺകുട്ടിയുടെ ഭാവത്തിലേക്ക് മാറി. അങ്ങനെ കത്തനാർ നീലിയെ മാന്ത്രികമായ ബന്ധനത്തിലാക്കുകയും നാട്ടുകാർക്ക് ശാന്തി ലഭിക്കുകയും